അതാണ് എനിക്ക് ഈ വണ്ടിയിൽ പറയാനുള്ള ഏറ്റവും വലിയ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അതൊരു നമ്മുടെ ലൈഫ് വെച്ച് കളിക്കുന്ന ഒരു രീതിയായി പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ എക്സ്പൾസിൻ്റെ ഒരു 10K ആയി നമ്മുടെ കിലോമീറ്റർ ഓടി. ഏകദേശം 9,000 സംതിങ് ആയിട്ടുള്ളൂ. അപ്പം ഒരു 16 കിലോമീറ്റർ ഓടിയപ്പം എനിക്ക് തോന്നിയ ഒരു പേഴ്സണലി എനിക്ക് വണ്ടിയെപ്പറ്റി തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യണം. അതായത് ഈ വണ്ടിക്ക് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, കുറച്ചൊക്കെ മോശം കാര്യങ്ങളുണ്ട്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കുറച്ച് നല്ല കാര്യങ്ങളും മോശം വശങ്ങളും ഈ വണ്ടിയുടെ സിറ്റി യൂസ്, ഹൈവേ യൂസ്, ഓഫ് റോഡ് ചെയ്യുമ്പോൾ ഉള്ള കേപ്പബിലിറ്റി, അല്ലെങ്കിൽ ഓഫ് റോഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം ഇഷ്യൂസ് വരുന്നുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് വണ്ടിയുടെ ഭാഗത്തുനിന്ന് എനിക്ക് കുറച്ച് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ തുടക്ക സമയത്ത്, അതായത് ഞാൻ വണ്ടി എടുത്ത ടൈമിൽ എനിക്ക് കുറച്ച് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കംപ്ലയിൻസിൻ്റെ ഭാഗമായിട്ട്. അപ്പം എനിക്ക് വന്ന കംപ്ലയിൻസും അത് എങ്ങനെ റിസോൾവ് ചെയ്ത് തന്നു, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഇപ്പോഴത്തെ ഫീഡ്ബാക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളും ഈ വണ്ടിയെപ്പറ്റി ഒരു ടോട്ടലി ഒരു ഓവർവ്യൂ. നിങ്ങളൊരു പുതിയ എക്സ്പ്രസ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന, അതായത് ഒരു OBD2 എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരാൾക്ക് 100% ഈ വീഡിയോ കണ്ടിട്ട് പോയാൽ നിങ്ങൾക്കൊരു ക്ലിയർ കട്ട് ക്ലാരിറ്റി ഉണ്ടാവും. അതായത് ആരൊക്കെ വണ്ടി എടുക്കാം, എന്തൊക്കെ പർപ്പസിന് വണ്ടി എടുക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയ്ക്കകത്ത്, സർവീസ് ഇൻ്റർവലിൻ്റെ ആണെങ്കിലും എല്ലാം ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് വെച്ച് താമസിക്കണ്ട, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തുടങ്ങാം വണ്ടിയുടെ എഞ്ചിനിൽ തന്നെ പറഞ്ഞു തുടങ്ങാം. അതായത് ഇതിപ്പം വണ്ടി എക്സ്പൾസിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാർബറേറ്റർ മോഡൽ വന്നു, അത് കഴിഞ്ഞ് 4V വന്നു, ഇപ്പോൾ 4V OBD2 വന്നു. ഇതിനെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ എൻജിൻ കുറച്ചുകൂടെ മച്ച് ബെറ്റർ റിഫൈൻഡ് ആണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. നമ്മൾ വണ്ടി എടുക്കുമ്പം ഷോറൂമിൽ നിന്ന് ഇറക്കുമ്പോൾ ഉള്ള എൻജിൻ സൗണ്ട് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ ഇപ്പോൾ ഈ 16 കിലോമീറ്റർ ഓടിയിട്ടും എൻജിൻ സൗണ്ടിൽ ഒരു ചെറിയ വ്യത്യാസം പോലും എനിക്ക് തോന്നില്ല. നമുക്ക് പേഴ്സണലി അറിയാവുന്ന വേറെ എക്സ്പൾസും ഉണ്ട്, പക്ഷേ ഞാൻ അത് ഓടിച്ച് നോക്കുമ്പോൾ ആണെങ്കിലും നമുക്ക് ഷോറൂമിൽ നിന്ന് ഇറങ്ങുമ്പം ആദ്യം ഇനിഷ്യലി വണ്ടിക്കുള്ള സൗണ്ടും പിന്നെ കുറച്ച് ഓടി കഴിയുമ്പം ഉള്ള വണ്ടിയുടെ സൗണ്ടും എല്ലാം നമ്മൾ ചെറിയ വ്യത്യാസങ്ങൾ, ചെറിയ ഒരു കലപില നോയ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഈ OBD2ൻ്റെ കാര്യത്തോട് നോക്കുകയാണെങ്കിൽ എൻജിൻ ഭാഗം അത്യാവശ്യം നല്ല രീതിയിൽ റിഫൈൻഡ് ആണ്. ഞാൻ വണ്ടി എത്ര ഷോറൂമിൽ നിന്ന് ഇറക്കിയപ്പം എന്തായിരുന്നോ എൻജിൻ സ്മൂത്ത്നെസ്സും അല്ലെങ്കിൽ ആ ഒരു സൗണ്ടും കാര്യങ്ങളും എല്ലാം അത് തന്നെയാണ് എനിക്കിപ്പം ഇത്രയും കിലോമീറ്റർ ഓടിയിട്ടും എനിക്ക് നമ്മുടെ ഈ വണ്ടിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ എക്സ്പൾസിന് വരുന്ന ഒരു ചെറിയ എഞ്ചിനാണ്. അതായത് ഇപ്പം ഈ വണ്ടിക്ക് കോമ്പറ്റീറ്ററായിട്ടുള്ളത് ഹിമാലയനാണെങ്കിലും വേറെ KTMൻ്റെ അഡ്വഞ്ചർ സീരീസ് ബൈക്സ്, STയുടെ ബൈക്സ്, അങ്ങനെയുള്ള ഏത് ബൈക്ക് നോക്കിയാലും അതെല്ലാം അത്യാവശ്യം നല്ല ബിഗ് സൈസ് എൻജിൻസാണ് കമ്പയറിങ് ടു എക്സ്പൾസ്. പക്ഷേ ആ വണ്ടിക്കെല്ലാം ഉള്ള പോലെ തന്നെ വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ ഇതിനും നല്ല കുറേ പരിമിതികളുണ്ട്. ആ പരിമിതികൾ നമുക്ക് മനസ്സിലാവുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹൈവേസിലാണ്. ഹൈവേ ടൂറിങ്ങിൻ്റെ കാര്യത്തിൽ ഈ ഒരു വണ്ടി നമുക്ക് കേരളത്തിലെ ഹൈവേയിൽ നമുക്ക് അത്ര പ്രശ്നം തോന്നുന്നില്ല. കാരണം കേരളത്തിലെ ഹൈവേസിൽ നമുക്ക് അത്യാവശ്യം ത്രോട്ടിൽ റെസ്പോൺസും എല്ലാം ക്വിക്കാണ്. കുറച്ചുകൂടെ നമ്മൾ പില്ലിയനില്ല, നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ കൈ കൊടുക്കുന്ന ആ ഒരു സെക്കൻഡിൽ നമുക്ക് ഇനിഷ്യൽ പുള്ളെല്ലാം നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കേരളത്തിന് പുറത്ത് ഒരു എക്സ്പ്രസ് വേസിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ വണ്ടി അത്ര ഇതായിട്ട് തോന്നുന്നില്ല. കാരണം ഒരു തമിഴ്നാട്ടിലെ ഹൈവേസിലോ അല്ലെങ്കിൽ കർണാടകയിലെ ഹൈവേസിലോട്ടോ നമ്മൾ ഈ വണ്ടി കൊണ്ട് പോകുമ്പം നമ്മുടെ സൈഡിൽ കൂടെ ലോറികളെല്ലാം ചീറിപ്പാഞ്ഞ് പോകുന്നൊരു സ്പീഡുണ്ട്. പക്ഷേ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ എക്സ്പൾസ് അത് ഒരു ഹൈവേ ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കൊരു ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു 200cc എഞ്ചിനാണ്, അത്യാവശ്യം നല്ല റിഫൈൻഡ് ആണ്, നല്ല മൈലേജും കാര്യങ്ങളെല്ലാം നമുക്ക് ഹൈവേയിൽ കിട്ടും. ഞാനൊരു ഈ വണ്ടിയിൽ നമുക്ക് ടോപ്പ് ഒരു 130 വരെ വിത്തൗട്ട് പില്യൻ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു 90-95 വരെ അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളി ചെയ്ത് പോയിട്ട് പിന്നെ ഒരു സാച്ചുറേഷൻ പോയിന്റ് പോലെയാണ്. പിന്നെ അവിടെ നിന്ന് പതുക്കെയാണ് ഒന്ന് പിക്ക് ചെയ്ത് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. അതൊരു പില്യൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കുറയും. ഒരു അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു പില്യൻ ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു 75 ഒരു 80 വരെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളി ചെയ്ത് കയറിപ്പോയിട്ട് പിന്നെ ഒരു സാച്ചുറേഷൻ പോയിന്റ് പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് സിറ്റി കമ്മ്യൂണിൻ്റെ കാര്യമായിട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സിറ്റിയിൽ ഫ്ലിക്ക് ചെയ്തുകൊണ്ട് നടക്കാനാണെങ്കിലും സിറ്റിയിൽ നമുക്ക് ഇതിന് നല്ല വെയിറ്റ് റിഡക്ഷൻ ഉണ്ട്. നമുക്ക് വേറെ ഏത് അഡ്വഞ്ചർ സീരീസ് വണ്ടി വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല വെയിറ്റും കാര്യങ്ങളെല്ലാം കുറവാണ്. അപ്പം നമുക്ക് അത്യാവശ്യം സിറ്റിയിലും യൂസ് ചെയ്യാനും ഫ്ലിക്ക് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാനൊക്കെ ഏത് ട്രാഫിക്ക് നമുക്ക് ഫ്ലിക്ക് ചെയ്തുകൊണ്ട് പോകാം. അതുപോലെ തന്നെ ഒരു ഡെയിലി കമ്മ്യൂട്ട്, ഒരു ഓഫീസ് ബോയ്, അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് രാവിലെ ഓഫീസിൽ പോകാൻ തിരിച്ചു വരിക, അങ്ങനെ രീതിയിൽ യൂസ് ചെയ്യാനാണെങ്കിലും അത്യാവശ്യം നല്ല ടാങ്ക് റേഞ്ചും മൈലേജും കാര്യങ്ങളെല്ലാം ഈ വണ്ടി തരുന്നുണ്ട്. അപ്പം അത്യാവശ്യം സിറ്റി യൂസിനും ഈ വണ്ടി ആപ്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ഓഫ് റോഡിൻ്റെ കാഴ്ചയോട് നോക്കുകയാണെങ്കിൽ ഈ ബൈക്ക് അത്യാവശ്യം ഓഫ് റോഡ് ഫ്രണ്ട്ലി തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ ഞാൻ മുമ്പേ പറഞ്ഞ കോമ്പറ്റീറ്റർ ആയിട്ട് വരുന്ന ബൈക്സ് എല്ലാം അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ബൈക്സാണ്. ഒന്ന് മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഒന്ന് പൊക്കിയെടുക്കാനും അല്ലെങ്കിൽ ഒന്ന് ഇച്ചിരി ഹെവിയാണ് സാധനം, ഒന്ന് കയറ്റിക്കൊണ്ട് പോകാനും ഒക്കെ നമുക്കൊരു കോൺഫിഡൻസ് കുറവിൻ്റെ പ്രശ്നം വരും. പക്ഷേ
നമുക്ക് എക്സ്പൾസിൻ്റെ കാര്യത്തോട് വരികയാണെങ്കിൽ അത്യാവശ്യം വണ്ടി ഓടിക്കാൻ അറിയാം, ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന ഒരാൾക്ക് ഏത് ഓഫ് റോഡും കുത്തിക്കയറ്റിക്കൊണ്ട് പോകാൻ പറ്റും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നുള്ളത്. ഒരു ഗട്ട്സ് ഉണ്ടായാൽ മതി, നമുക്ക് കയറ്റിക്കൊണ്ട് പോകാൻ പറ്റും എന്നൊരു തോന്നുന്നുണ്ടെങ്കിൽ അത്യാവശ്യം വണ്ടി യൂസ് ചെയ്യാൻ അറിയാവുന്ന ഒരാൾക്ക് സുഖമായിട്ട് ഏത് ഓഫ് റോഡും കയറ്റിക്കൊണ്ട് പോകാൻ പറ്റും. അത്യാവശ്യം നല്ല ഒരു ടയറൊക്കെയാണ് നമുക്ക് കമ്പനി തന്നെ എക്സ്പൾസിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉള്ളിലൊരു ഫീലിംഗ് ഉണ്ടായാൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഷുവറായിട്ട് ഈ വണ്ടി കയറ്റിക്കൊണ്ട് പോകാൻ പറ്റും. ഒരു ബിഗിനർ ലെവലിൽ നിങ്ങളൊരു ഓഫ് റോഡ് ചെയ്യാൻ പഠിക്കണം എന്ന് താല്പര്യമുള്ള ഒരാൾ, അല്ലെങ്കിൽ ഇതൊരു ഓഫ് റോഡ് ചെയ്തിട്ടില്ല പക്ഷേ ഓഫ് റോഡ് ചെയ്യാൻ താല്പര്യമുണ്ട്, അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സ്പൾസ് ചൂസ് ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങൾക്ക് വേറെ ഏത് ബൈക്ക് എടുത്ത് ഒരു ഓഫ് റോഡ് ട്രയൽസ് അറ്റൻഡ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ടും കുറച്ചുകൂടെ സ്ട്രഗിൾ ഇല്ലാതെയും നമുക്ക് ഈ എക്സ്പൾസ് കൊണ്ട് ഓഫ് റോഡ് ചെയ്യാൻ പറ്റും. അഥവാ ഇതൊന്ന് മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേറെ ഒരു മസിൽ പവർ ഉള്ള ഒരാൾ വേണ്ട നമുക്കിതൊന്ന് പൊക്കിയെടുക്കാനോ, അല്ലെങ്കിൽ അത്യാവശ്യം വലിയ ബോഡി മാസോ ഇല്ല അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാൾക്കും നമുക്ക് ഓഫ് റോഡിങ് കൊണ്ടുപോകാനോ അത്യാവശ്യം ഒന്ന് മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഒന്ന് എടുത്ത് പൊക്കാനോ എല്ലാം പറ്റുന്നതാണ് ഈ വണ്ടി. പിന്നെ നമുക്ക് ടയറിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ C8-ൻ്റെ ഒരു ഡ്യുവൽ പർപ്പസ് ടയറാണ് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. നമ്മുടെ ഈ വണ്ടി ഒരു 10,000 കിലോമീറ്റർ ഇപ്പോൾ ഓടിയെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഈ 10,000 അല്ലെങ്കിൽ ഒരു 20,000 കിലോമീറ്റർ സംതിങ് എങ്കിലും 20,000 പ്ലസ് എങ്കിലും ഈ ടയർ ഓടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അത്യാവശ്യം ചെറിയ ഓഫ് റോഡും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ വണ്ടി വെച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാക്ക് വശം എല്ലാം അത്യാവശ്യം ത്രെഡുള്ള രീതിയിലാണ് ബാക്ക് വശം നിൽക്കുന്നത്. എനിക്ക് പിന്നെ ചെറിയൊരു വണ്ടി ബാക്കിൽ നമുക്ക് ABS ഇല്ല, അതുകൊണ്ട് ഞാൻ വണ്ടി നല്ല ഒരു തെന്നുന്ന സർഫേസിൽ അല്ലെങ്കിൽ ഗ്രാവൽ റോഡൊക്കെ കാണുമ്പം ഞാൻ അത്യാവശ്യം ബ്രേക്ക് പിടിച്ച് നിരക്കി, നമ്മളൊരു ഉള്ളിലൊരു പ്ലഷർ ഉണ്ടല്ലോ നമുക്ക്, അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ബ്രേക്ക് പിടിച്ച് നിരക്കി വയ്ക്കുകയും സ്പിൻ ഓഫ് ചെയ്തെടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ എങ്കിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടും അത്യാവശ്യം ബേൺ ഔട്ട് ചെയ്തൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടും ടയർ ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല ഒരു 30% പോലും ടയർ ത്രെഡ് ഔട്ട് ആയിട്ടുണ്ടെന്ന്. അത്യാവശ്യം നല്ല ടയർ ലൈഫും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അടുത്തത് ബ്രേക്സിൻ്റെ കാര്യത്തോട് വരികയാണെങ്കിലും ബ്രേക്സും അത്യാവശ്യം നല്ല ഫീഡ്ബാക്കുള്ള ബ്രേക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഈ 10,000 കിലോമീറ്റർ പോയിട്ടും എൻ്റെ ഡിസ്കും ഒന്നും അത്രയും തേഞ്ഞതായിട്ട് ഒരു 50% ഇനിയും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു 15,000 കിലോമീറ്റർ ടോട്ടൽ, അത് കൂടുതലൊരു അത്ര ഓടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഫ്രണ്ട് ആയാലും ബാക്ക് ആണെങ്കിലും നല്ല, ഇപ്പം ഞാൻ അത്യാവശ്യം നല്ല സ്പീഡിൽ പോയിട്ടാണെങ്കിലും നമ്മൾ കൂടുതലും ഫ്രണ്ട് ബ്രേക്സ് ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ എന്തായാലും ഒരു 15,000-16,000 കിലോമീറ്റർ വരെ ഡിസ്കിൻ്റെ പാഡും അല്ലെങ്കിൽ അതെല്ലാം ഓടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ബ്രേക്ക് ഷൂ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്, അറൗണ്ട് ഒരു 1,200-300 റേഞ്ചിന് വരുന്നുണ്ട്. പക്ഷേ എങ്കിലും പുറത്ത് നമുക്ക് വേറെ അവൈലബിൾ ആണ് ഈ സെയിം സ്യൂട്ടാവുന്ന കുറച്ചുകൂടെ റേറ്റ് കുറഞ്ഞ ബ്രേക്ക് പാഡ്സ് എല്ലാം അവൈലബിൾ ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ മാനുഫാക്ചറർ റെക്കമെൻഡ് ചെയ്യുന്നത് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഫീസിബിൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ ഒരു ബ്രേക്ക് പാഡ് നമ്മൾ നമ്മുടെ രീതിയിൽ മാറ്റുമ്പോഴത്തേനും അതിന് കുറേ ഇഷ്യൂസ് ഉണ്ടാകുന്നത്, ചിലപ്പം ബ്രേക്കിൻ്റെ ബൈറ്റിങ്ങിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ബ്രേക്ക് പാഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മളടുത്ത് ചെയിൻ്റെ സോക്കറ്റിലും കാര്യമായിട്ട് വന്നാൽ ഇതുവരെ എനിക്കങ്ങനെ അടിയോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല 10,000 കിലോമീറ്ററോടും. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഇതിനു മുമ്പ് ഈ ഒരു വണ്ടിയിൽ ഒരു 10,000 കിലോമീറ്റർ ആയപ്പം ചെയിനും സോക്കറ്റ് മാറി എന്ന് പറയും. അത് പക്ഷേ കാബ് വേർഷനാണ്. പക്ഷേ ഇത് OBD ആയിട്ട് ഞാൻ അത്യാവശ്യം ചെയിൻ ലൂബും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്ന ഒരാളാണ്, അത്യാവശ്യം ചെയിൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഇതുവരെ അങ്ങനെ എൻ്റെ സോക്കറ്റിൻ്റെ എന്തെങ്കിലും പല്ല് പോവോ അല്ലെങ്കിൽ ചെയിൻ എന്തെങ്കിലും ഇഷ്യൂവോ അങ്ങനെയൊന്നും എനിക്കൊരു വന്നിട്ടില്ല. ഞാൻ പ്രോപ്പർലി ലൂബ് ചെയ്യും, പ്രോപ്പർലി ടൈറ്റ് ചെയ്യും. പിന്നെ സ്പോക്കറ്റ് നമുക്ക് പഴയ കാർ വേർഷനിലോ അല്ലെങ്കിൽ 4 വീലർ വരുന്ന ഒരു സ്പോക്കറ്റ് അല്ല ഇതിനകത്ത് വരുന്നത്, കുറച്ച് ടീത്തിൻ്റെ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അപ്പം ആ മെറ്റീരിയലിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം കാണുമെന്ന് വിചാരിക്കുന്നു, എനിക്കറിയില്ല. അപ്പം എന്തായാലും പഴയ വണ്ടി വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. എനിക്കൊരു 15,000 പ്ലസ് എന്തായാലും ചെയിൻ പോവും എന്നെനിക്കൊരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് വണ്ടിയുടെ, അതായത് എനിക്ക് നമ്മുടെ ഈ OBD 2-ൽ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം. ഒന്ന്, ഇതിൻ്റെ സർവീസ് കോസ്റ്റ്. ഞാനിപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ചേഞ്ചസും കാര്യങ്ങളും എല്ലാം ആയി, നമ്മൾ എല്ലാ സർവീസിലും ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് സർവീസിൽ ഓയിൽ ചേഞ്ച് ഉണ്ട്, സെക്കൻഡ് സർവീസിലില്ല, തേർഡ് സർവീസിലുണ്ട്, ഫോർത്ത് സർവീസിലില്ല, ഫിഫ്ത്ത് സർവീസിലുണ്ട്. അങ്ങനെയാണോ ഇതിൻ്റെ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഞാൻ എല്ലാ സർവീസിലും, ചെക്കപ്പ് വരുന്ന സർവീസിലും ഞാൻ ഓയിൽ ചേഞ്ച് ചെയ്യാറുണ്ട്. ബിക്കോസ് ഇവരുടെ സർവീസ് പറയുന്നത് 5,000-6,000 ഓയിൽ ചേഞ്ച് ചെയ്താൽ മതി എന്നാണ്. പക്ഷേ ഞാൻ എൻ്റെ പേഴ്സണലി യൂസിന് ഞാൻ നന്നായിട്ട് റഫ് യൂസ് ചെയ്യാറുണ്ട് വണ്ടി. അപ്പം നല്ല രീതിയിൽ ഞാൻ കൈ കൊടുത്ത് പോകാറുണ്ട്, നല്ല രീതിയിൽ ഞാൻ പൊളിച്ചോടിക്കാറുണ്ട്. അപ്പം എനിക്കൊരു ഗട്ട് ഫീലിംഗ് ഉണ്ട്, ഓയിൽ ഇത്ര ഒരു 6,000 കിലോമീറ്റർ ഓടി ഒരു രീതിയിൽ പോകണ്ട എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് എല്ലാ ഒരു 2,500-3,000 കിലോമീറ്റർ വരുമ്പം ഞാൻ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യും. അങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് കൂടി തന്നെ സർവീസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതുവരെ ഒരു 1,500 അല്ലെങ്കിൽ ഒരു 1,000 ഒരു 1,500 ആ ഒരു റേഞ്ചിന്
അപ്പുറത്തോട്ട് എനിക്ക് പോയിട്ടില്ല. എൻ്റെ ബഡ്ജറ്റ്ലി അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ വണ്ടി കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈലേജ്. ഞാൻ എങ്ങനെയൊക്കെ പൊളിച്ചോടിച്ചിട്ടും ഒരു വട്ടം ഞാൻ 2-3 വട്ടം മൈലേജ് ടെസ്റ്റ് ചെയ്ത വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഓക്കെ, അപ്പോൾ ആ 2-3 വട്ടം മൈലേജ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മളെല്ലാം ട്രിപ്പ് പോകുമ്പോഴാണ് മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നത്. മാമലക്കണ്ടം പോയി, മാമലക്കണ്ടം മൂന്നാർ അങ്ങനൊരു ചെറിയൊരു ഓഫ് റോഡ് പിടിക്കുന്ന രീതിയിൽ ട്രിപ്പ് പോയപ്പം മൈലേജ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് ഹൈവേസിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടും എനിക്ക് ഏകദേശം ഒരു 50 റേഞ്ചിൽ മൈലേജ് കിട്ടിയിട്ടുണ്ട്. ഒരു 49, 52 അങ്ങനെ ഒരു റേഞ്ചിൽ എറൗണ്ട് ഒരു 50 എനിക്ക് എങ്ങനെ പോയാലും കിട്ടും. സിറ്റിയിലും അത്യാവശ്യം നല്ല മൈലേജ് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ വീക്ക്ലി ഞാനൊരു 200 കിലോമീറ്റർ എനിക്ക് റൈഡുണ്ട്. എൻ്റെ നാട് ആലപ്പുഴയാണ്, ഞാൻ വർക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രത്താണ്. അപ്പം ഞാൻ ബൈക്കിലാണ് പോവുകയും വരികയും ചെയ്യുന്നത്. അപ്പം ഒരു 150 വൺ സൈഡ് വരും. അപ്പോൾ ഒരു 300 കിലോമീറ്റർ എനിക്ക് 2 സൈഡ് ഒരു 1 വീക്ക് വരും. പിന്നെ അവിടെ ട്രിവാൻഡ്രം ലോക്കൽ ഓടുന്നതും കൂടെ കൂട്ടിയിട്ട് ഓക്കെ എനിക്കൊരു 300 കൂട്ടാം. അപ്പോൾ ഇത്രയും വണ്ടി ഓടിച്ചിട്ടും എനിക്ക് അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട്. അപ്പം 2 പോയിൻ്റായി നമ്മുടെ സർവീസ് കോസ്റ്റ്, മൈലേജ്, എനിക്ക് ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട അട്രാക്റ്റിംഗ് ആയിട്ട് ഞാൻ ഈ വണ്ടി എടുക്കാൻ വേറൊരു കാര്യമാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച്. എനിക്കൊരു 1.8 lakh rupees-നാണ് ഈ വണ്ടി കിട്ടിയത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതുപോലെ പെർഫോമൻസ് തരുന്ന അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് ചെയ്യാൻ പറ്റുന്ന, ഒരു ടൂർ പോകാൻ പറ്റുന്ന ഇതുപോലൊരു വാല്യൂ ഫോർ മണി മെഷീൻ എനിക്ക് വേറെ ഈ ഒരു സെഗ്മെൻറ്റിൽ കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ ഈ 3 കാര്യമാണ് എനിക്ക് എക്സ്പ്രസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എനിക്കിഷ്ടം. അതുപോലെ തന്നെ സീറ്റിൻ്റെ കാര്യത്തിലോട്ട് നോക്കുകയാണെങ്കിൽ ഇരുന്ന് യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ഒരു റൈഡർ എന്ന നിലയിൽ എനിക്ക് അത്ര പ്രശ്നങ്ങൾ തോന്നിയിട്ടില്ല. എത്ര ട്രിപ്പ് പോയാലും എനിക്കത്ര മടുപ്പോ അങ്ങനെ തോന്നില്ല. ഒരു 150 കിലോമീറ്റർ മേളിലിരിക്കുമ്പം നമ്മുടെ ഒന്ന് ഒരു തരിപ്പ് പോലെ വരാം. പക്ഷേ ബാക്കിയൊന്നും അത്ര പ്രശ്നമില്ല. പക്ഷേ പില്യൺ അത്ര ഹാപ്പി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കുറച്ച് വണ്ടി ഒന്ന് ഓടിക്കഴിയുമ്പോഴത്തേനും പില്യൺ സപ്പോർട്ടും ഒക്കെ കുറവാണ്. സീറ്റ് ഒരു ചെറിയ സീറ്റാണ്. അപ്പം ഇതിന് മുമ്പത്തെ, അതായത് കാർ വെർഷൻ ആണെങ്കിലും ഇതിനു മുമ്പുള്ള 4V ഫസ്റ്റ് വെർഷൻ ആണെങ്കിലും സീറ്റ് കുറച്ചുകൂടെ വ്യത്യാസമായിരുന്നു. ഇപ്പം മെറ്റീരിയലും ഫോമും എല്ലാം ചേഞ്ചസ് ഉണ്ടെന്നാണ് കമ്പനി പറയുന്നത്. എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട് സീറ്റെന്ന്. പക്ഷേ എങ്കിലും ഒരു പില്യൺ ഫ്രണ്ട്ലി അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമുക്കൊരു ട്രിപ്പ് പോകുന്ന സമയത്ത് ബാക്കിൽ ഒരാളിരിക്കുകയാണെങ്കിൽ ഒരു 50+ കിലോമീറ്റർ ഓടുമ്പം അത്യാവശ്യം വെയിറ്റ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ വലിയ പ്രശ്നം തോന്നുന്നില്ല. പക്ഷേ അത്യാവശ്യം വെയിറ്റുള്ള, അത്യാവശ്യം ബോഡി മാസ് ഉള്ള ഒരാളാണെങ്കിൽ അത്യാവശ്യം പ്രശ്നങ്ങളും ഒക്കെ പില്യണിന് ഫീൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലാത്ത അടുത്ത കാര്യങ്ങളായിരുന്നു നമ്മുടെ ഈ വണ്ടിയുടെ സ്വിച്ചിൻ്റെയൊക്കെ ക്വാളിറ്റി. അതായത് നമ്മുടെ ഈ സൈഡിലാണെങ്കിലും സ്വിച്ചുകൾ നമുക്ക് രണ്ടും റീപ്ലേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് നമ്മൾ ഫസ്റ്റ് സർവീസ് ആണെങ്കിലും സെക്കൻഡ് സർവീസ് ആണെങ്കിലും ആ ടൈമിൽ നമ്മൾ വണ്ടി കൊണ്ടുവരുന്ന ടൈമിൽ നമ്മുടെ ഈ സ്വിച്ച് ഈ മൊഡ്യൂൾ ഫുള്ളും അവർ കംപ്ലൈൻ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്ത് തരാണ് ഇത് ആദ്യമേ റീപ്ലേസ് ചെയ്ത് തന്നില്ല. ഇതെന്തോ പൊടി കയറിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതവർ ക്ലീൻ ചെയ്ത് തന്നു. പക്ഷേ എങ്കിലും അതത്ര കറക്റ്റായിട്ട് വർക്കാവുന്നില്ലായിരുന്നു. പക്ഷേ ഈ ഒരു മൊഡ്യൂൾ മൊത്തത്തിൽ അവർ മാറി തന്നു. സ്വിച്ചിൻ്റെ ക്വാളിറ്റി എല്ലാം അത്യാവശ്യം മോശമായിട്ടാണ് എനിക്ക് ആദ്യം ടൈമിൽ ഫീൽ ചെയ്തത്. പക്ഷേ ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ കീസ് എല്ലാം ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ ഇളകി പോകുന്ന രീതിയിലും ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്വിച്ച് കംപ്ലൈൻ്റ് ആയ ടൈമിൽ നമ്മുടെ ഈ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത്, ഈ ഹെഡ്ലൈറ്റ് അത്യാവശ്യം ത്രോ ഉള്ള ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഹെഡ്ലൈറ്റ് ഫുൾ ടൈം ഓണായി കിടക്കും. അതായത് നമ്മുടെ ഈ സ്വിച്ച് ഫുൾ ടൈം DRL ഓണാക്കി ഇടേണ്ട ടൈമിൽ DRLും ലോ ബീം ഹൈ ബീം ഫുള്ള് ആ ഒരു മൊഡ്യൂൾ ഫുള്ള് എപ്പോഴും കത്തിക്കിടക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. അത് നമ്മുടെ ഈ വണ്ടിക്ക് ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല BS6. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ബാറ്ററി പെട്ടെന്ന് ഡ്രെയിനായി പോകാൻ വേറെ ഒരു കാര്യം വേണ്ട. അപ്പം ആ ഇഷ്യൂ എനിക്ക് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ ടൈമിലാണ് എനിക്ക് റിസോൾവ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്വിച്ച് ആണെങ്കിലും പൊടി കയറിയതാണെന്നോ എന്തൊക്കെ അവർ പറഞ്ഞു. പക്ഷേ എനിക്കറിയില്ല. പക്ഷേ ഇപ്പം എന്തായാലും ഓക്കെയാണ്. ഇവരിത് മാറി തന്നതിന് ശേഷം എനിക്ക് ഓക്കെയാണ്. മേ ബി ഈ ആടിലൊക്കെ ഒരുപാട് നാൾ ഇരുന്നതിന് ശേഷമല്ലേ നമ്മുടെ കയ്യിലോട്ട് വണ്ടി കിട്ടുന്നത്. ആ ടൈമിൽ ഈ സ്വിച്ചിൻ്റെ ഇടയിൽ ഈ പൊടി കയറിയിരിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ സ്വിച്ച്, നമ്മുടെ ഈ കിൽ സ്വിച്ച് അങ്ങിയിരിക്കും. അതായത് നമ്മൾ കിൽ സ്വിച്ച് പ്രസ് ചെയ്ത് വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാലും ഇത് തിരിച്ച് റിലീസാവില്ല, അമ്മങ്ങി പ്രസ്സായി തന്നെ ഇരിക്കും. അങ്ങനെ എനിക്ക് 2-3 വട്ടം അങ്ങനെ ഞാൻ നോട്ടീസ് ചെയ്യും. ഞാൻ പിന്നെ അവസാനം ഞാൻ തപ്പി നോക്കും, അതായത് സ്വിച്ച് ഇത് വർക്കിംഗ് ആണോ അങ്ങനെയുള്ള സംഭവങ്ങൾ. അങ്ങനെ ഈ സ്വിച്ച് ക്വാളിറ്റി എല്ലാം കുറച്ച് മോശം ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വണ്ടി എടുത്ത ടൈമിൽ വേറെയും കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഹീറോ സർവീസ് ടൈമിൽ തന്നെ റെക്ടിഫൈ ചെയ്ത് തരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ എനിക്ക് റെക്ടിഫൈ ആവാത്തൊരു പ്രശ്നമാണ് ഇതിൻ്റെ ചെയിൻ സ്ലിപ്പിംഗ്. അതായത് നമ്മൾ നല്ലൊരു സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്കത് ഫോർത്ത് സർവീസിൽ അവർ സെറ്റ് ചെയ്ത് തന്നു, ക്ലച്ചെല്ലാം അയച്ച് റീപ്ലേസ് ചെയ്ത് തന്നു, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ആ ടൈമിൽ എനിക്ക് ഓക്കെ ആയിരുന്നു, ഇഷ്യൂസ് ഒന്നുമില്ല. അത്യാവശ്യം കിലോമീറ്റർ ഓടിയാലും എനിക്ക് അങ്ങനെ സ്ലിപ്പാവുന്നൊന്നുമില്ല. ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പ് പോയി. പക്ഷേ അന്നേരം ഒന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ
ഈ അടുത്തിടെയായിട്ട് എനിക്ക് പിന്നെയും ഈ ഇഷ്യൂസ് പിന്നെയും വരുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു വണ്ടി ഒന്ന് നന്നായി ചൂടായതിനു ശേഷം, അതായത് എൻജിൻ നല്ല രീതിയിൽ ഹീറ്റ് ആയതിനു ശേഷമാണ് ഇങ്ങനൊരു പ്രശ്നം വരിക. അതായത് നോർമലി ഒരു ഡേ ടു ഡേ കമ്മ്യൂട്ടറിനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല. പക്ഷേ ഒരു ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ എൻജിൻ നന്നായിട്ട് ഹീറ്റ് ആയതിനു ശേഷമാണ് ഇങ്ങനെ എനിക്ക് സ്ലിപ്പ് ആവുന്നതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതായത് നല്ല കൈ കൊടുത്തൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം 15 നേരെ അങ്ങ് ഫോൾസ് ന്യൂട്രൽ വരും. അതായത് 4th-ൻ്റെയും 5th-ൻ്റെയും ഇടയിൽ ഒരു ന്യൂട്രൽ പൊസിഷൻ ഉണ്ട്. അവിടോട്ട് ഇതങ്ങ് സ്ലിപ്പാവും. നമ്മളൊരു നല്ല കൈയൊക്കെ കൊടുത്തൊരു ലോറിയെ ഓവർടേക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കുക. ആ ടൈമിൽ ഇതുപോലെ സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ അതൊരു നമ്മുടെ ലൈഫ് വെച്ച് കളിക്കുന്ന ഒരു രീതിയായി പോകുന്നത്. ആ ഇഷ്യൂ എനിക്ക് ഇപ്പോഴും വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതാണ് എനിക്ക് ഈ വണ്ടിയിൽ പറയാനുള്ള ഏറ്റവും വലിയ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അത് മേ ബി നിങ്ങളുടെ വണ്ടിയിൽ ഉണ്ടാവണമെന്നില്ല, പക്ഷേ എൻ്റെ വണ്ടിയിൽ എനിക്കത് കണ്ടിന്യൂസ് ഉണ്ട്. നമ്മുടെ കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ വണ്ടി OBD2-ൻ്റെ കൂടപ്പുറപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതൊരു എവിഡൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ വണ്ടി നല്ല രീതിയിൽ ഹീറ്റ് ആയതിനു ശേഷം മാത്രമേ എനിക്കത്ര എവിഡൻ്റ് ആയിട്ട് അത് കാണാൻ പറ്റൂ. ബാക്കി എല്ലാ ടൈമിലും അങ്ങനെ നമുക്കത്ര എവിഡൻ്റ് അല്ല. നമുക്കൊരു വണ്ടി അത്ര സ്ട്രെസ്ഡ് ആവാത്തൊരു ടൈമിൽ നോർമലി ഒരു ഗിയേഴ്സ് പോകുന്ന പോലെ തന്നെ നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ടോട്ടലി ഈ വണ്ടിയുടെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ഈ വണ്ടി കൊണ്ട് 100% സാറ്റിസ്ഫൈഡ് എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം എൻ്റെ ബേസിക് നീഡ്സ് ആയിട്ടുള്ള എൻ്റെ ഓഫീസ് കമ്മ്യൂട്ടും എൻ്റെ അത്യാവശ്യം ട്രിപ്പ് പോകുന്ന കാര്യങ്ങളും ഓഫ് റോഡ് പരിപാടിയും എല്ലാം ഈ വണ്ടി കൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ വണ്ടി നിങ്ങളുടെ വീട്ടിലൊരു പ്രൈമറി വെഹിക്കിളായിട്ട് ഈ വണ്ടി മാത്രമാണുള്ളത്, നിങ്ങൾക്കൊരു എക്സ്പൾസ് മാത്രമാണ് നിങ്ങളുടെ വീട്ടിലൊരു പ്രൈമറി വെഹിക്കിൾ എങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ അമ്മമാരെ കൊണ്ടോ അല്ലെങ്കിൽ ഇച്ചിരി പ്രായമായിട്ടുള്ള ആൾക്കാരെ കൊണ്ടോ അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ ഒരു പ്രായമായിട്ടുള്ള ഒരാൾ പുറകെ ഇരിക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന കുറച്ച് ഡിസ്കംഫർട്ട്സ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ വീട്ടിലൊരു സെക്കൻഡറി വെഹിക്കിൾ അല്ലെങ്കിൽ വേറെ എൻ്റെ വീട്ടിലിപ്പോൾ ഒരു ആക്റ്റീവ് അങ്ങനെയുള്ള വണ്ടിയൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ വീട്ടിലുള്ളവർക്ക് വേറെ പുറത്ത് പോകണമെങ്കിലും ഈ വണ്ടി മാത്രം ആശ്രയിച്ച് നിൽക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് അതത്ര ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല. പക്ഷേ നിങ്ങളുടെ വീട്ടിലൊരു പ്രൈമറി വെഹിക്കിളായിട്ട് എക്സ്പൾസ് മാത്രമേ ഉള്ളെങ്കിൽ അത് നിങ്ങൾക്കൊരു പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. ബാക്കി എന്തുകൊണ്ടാണെങ്കിലും നമ്മൾ എക്സ്പൾസിൻ്റെ കാര്യത്തോട് നോക്കുകയാണെങ്കിൽ നമ്മൾ 100% സാറ്റിസ്ഫൈഡ് എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം നമ്മുടെ പോക്കറ്റ് ഫ്രണ്ട്ലിയാണ്, അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഇപ്പോഴത്തെ ടെക് ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. LED ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് പൊളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പം ചെറിയ ഇഷ്യൂസ് എല്ലാ വണ്ടിക്കും ഉണ്ടാകും. ഒന്നും 100% പെർഫെക്റ്റ് ആയിട്ട് വരില്ല. മനുഷ്യനാണെങ്കിലും വണ്ടിയാണെങ്കിലും ഒന്നും 100% ആവില്ല. അപ്പം എല്ലാത്തിനും ചെറിയ ഇഷ്യൂസ് വരും. അപ്പം വണ്ടിയുടെ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഇഷ്യൂസ് എല്ലാം നമുക്ക് റെക്ടിഫൈ ചെയ്യാം. നമുക്ക് നല്ലൊരു ഷോറൂമിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഒരുപാട് പേര് എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ബ്രോ നല്ലൊരു ഷോറൂം ഏതാണ്, നമുക്ക് ഇന്നത് പറ്റുന്നു, ഷോറൂമിൽ നിന്ന് അങ്ങനെ റിപ്ലൈ ചെയ്യുന്നു. നിങ്ങളെല്ലാവരും നമ്മുടെ വണ്ടി 5 വർഷത്തെ വാറണ്ടി ഉണ്ട് നമ്മുടെ OBD2-ന്. അപ്പം ആ ഒരു വാറണ്ടി ടൈമിൽ നമുക്ക് നമ്മുടെ പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ ഡാമേജ് കൊണ്ട് പറ്റുന്നതല്ലാത്തുള്ള എന്ത് കംപ്ലയിൻറ്റും ഷോറൂമാർ ശരിയാക്കി തരേണ്ടത് തന്നെയാണ്. അപ്പം ഒരു ബെറ്റർ ഷോറൂം കണ്ടുപിടിക്കുക. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നല്ല രീതിയിൽ അവർക്കൂടെ മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ സിനാരിയോ ഇതാണ് എന്ന് അവർക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാമെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും നമ്മുടെ പ്രോബ്ലം സോർട്ട് ചെയ്ത് തരാൻ. അപ്പം അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾക്ക് എല്ലാം നമുക്കൂടെ ഒന്ന് ഇൻവോൾവ് ചെയ്ത് അങ്ങനെ ചെയ്യാമെങ്കിൽ ഈ വണ്ടി എന്തുകൊണ്ടും പെർഫെക്റ്റ് എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. അപ്പം ഇത്രത്തോളം തന്നെയുള്ളൂ നമ്മുടെ ഈ OBD2 എക്സ്പൾസിൻ്റെ ഒരു 10,000 കിലോമീറ്റർ ഓടിച്ച ഒരു ഓണർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരൊക്കെ ഈ വണ്ടി എടുക്കണം, എന്തൊക്കെയാണ് ഈ വണ്ടിയുടെ പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. പിന്നെ ഇത്രയും ഞാൻ സംസാരിച്ചതിൽ നിന്നും എനിക്ക് എന്താണ് വണ്ടിയോടുള്ള ഒപ്പീനിയൻ എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട് പറയാൻ, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കമൻറ്റ് ചെയ്ത് ചോദിക്കാമെന്നാണ്. ഞാൻ കമൻറ്റ് സെക്ഷൻ കംപ്ലീറ്റ്ലി വായിക്കുന്നതായിരിക്കും. എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ അറിവിൽ വെച്ച് ഞാൻ എല്ലാത്തിനും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വണ്ടിയെപ്പറ്റി കംപ്ലീറ്റ്ലി അറിയേണ്ടതെല്ലാം ചോദിക്കാം. എനിക്കിനി അറിയാത്ത കാര്യങ്ങളുണ്ട് ഞാൻ നോളജ് ഗ്രാബ് ചെയ്യുന്നതായിരിക്കും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം അത്രത്തോളം തന്നെയുള്ളൂ നമ്മുടെ ഈ വീഡിയോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് ഇസ് സൈനിങ് ഓഫ് ഫ്രം ഷാഹിൽ.